അപ്പോൾ എവിടെയാണ് തെറ്റുപറ്റിയത് എന്നതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണമാണ്, ഒരു വിശകലനമാണ് നമ്മുടെ സൊസൈറ്റി ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നത്. എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ, അദ്ദേഹത്തിൻ്റെ അനുയായികളെ, അദ്ദേഹത്തോട് യോജിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ പാർട്ടി പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ ഭാഗമായി നടത്തിയ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കൂട്ടക്കൊലയാണ് 2010 നടന്നത്. പാർട്ടി ഇന്ന് ചെന്നു ചേർന്നിരിക്കുന്ന രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള നിലപാട് തറകൾ അത് ജനങ്ങൾ പൂർണ്ണമായിട്ടും തിരസ്കരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റം. പാർട്ടി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു, ജനങ്ങൾ പാർട്ടിയെ പൂർണ്ണമായിട്ട് കൈവിട്ടു. കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ ഫലം വന്നതിന് ശേഷം CPM നേതാക്കൾ നിരന്തരമായിട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര്യം, ഞങ്ങൾ തിരുത്തും, ഞങ്ങൾ പഠിക്കും, ഞങ്ങൾ വിലയിരുത്തും, ഞങ്ങൾ മാറ്റങ്ങളോടുകൂടി വീണ്ടും തിരിച്ചു വരും എന്നുള്ള ഒരു പ്രഖ്യാപനം. ഏറ്റവും താഴെയുള്ള ചാനലുകളിലെ അവരുടെ വക്താക്കൾ മുതൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള നേതാക്കൾ വരെ നിരന്തരം ആവർത്തിക്കുന്നതാണ് ഞങ്ങൾ തിരുത്തി മുന്നോട്ട് വരും എന്നുള്ളത്. തീർച്ചയായും തിരുത്താൻ സന്നദ്ധരാണ്, ഞങ്ങൾ തിരുത്തും എന്നൊരു രാഷ്ട്രീയ കക്ഷി പറയുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, തങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് ഭംഗ്യന്തരേണ അവർ അംഗീകരിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് തെറ്റുപറ്റിയത് എന്നതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണമാണ്, ഒരു വിശകലനമാണ് നമ്മുടെ സൊസൈറ്റി ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണപ്പെട്ടതുപോലെ CPMൻ്റെ ഏറ്റവും ആഴത്തിലുള്ള, ഏറ്റവും അടിസ്ഥാനപരമായ സ്വാധീനമുള്ള പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകളിൽ ഉണ്ടായിരിക്കുന്ന തിരിച്ചടി എന്ന് പറയുന്നത് സമീപകാലത്ത് നമ്മുടെ ഓർമ്മയിലൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. 2010 തീർച്ചയായും ഇത്രയില്ലെങ്കിൽ പോലും സമാനമായ ഒരു തിരിച്ചടി അന്നത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ 2010 2025 തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഓർക്കണം. 2010 ഈ തിരിച്ചടി അവർ സ്വയം വരുത്തി വെച്ചതാണ്. VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ, അദ്ദേഹത്തിൻ്റെ അനുയായികളെ, അദ്ദേഹത്തോട് യോജിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ പാർട്ടി പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ ഭാഗമായി നടത്തിയ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കൂട്ടക്കൊലയാണ് 2010 നടന്നത്. പക്ഷേ ആ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആ തരത്തിലുള്ള ആ തലവേദനകളെ പാർട്ടി ഒഴിവാക്കി. അദ്ദേഹം ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അദ്ദേഹം പാർട്ടിക്കകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും, നിലനിന്നിരുന്നുവെങ്കിൽ പോലും അദ്ദേഹം അഹസപ്രശ്നായിപ്പോയി. പാർട്ടിയും VSും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ അറ്റുപോയി. അദ്ദേഹം മരിച്ചതിന് ശേഷം പാർട്ടി അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു, അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ 2025 തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്ന തിരിച്ചടി, അതും പാർട്ടിക്ക് CPMന് ഏറ്റവും ശക്തമായ അടിത്തറയുള്ള ഗ്രാമങ്ങളിൽ പോലും, ഗ്രാമപഞ്ചായത്തുകളിൽ പോലും ഉണ്ടായിരിക്കുന്ന ഈ തിരിച്ചടി മറ്റൊരു തരത്തിലുള്ള ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. പാർട്ടിയുടെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളെക്കാൾ പാർട്ടി ഇന്ന് ചെന്നു ചേർന്നിരിക്കുന്ന രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള നിലപാട് തറകൾ അത് ജനങ്ങൾ പൂർണ്ണമായിട്ടും തിരസ്കരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ. എന്താണ് ഈ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തിയ നിലപാടുകൾ, അവരുടെ സമീപനങ്ങൾ, അവരുടെ നയങ്ങൾ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് വിശകലനം ചെയ്തുകൊണ്ട് ഈ നയങ്ങൾ തെറ്റായിപ്പോയി, ഈ നയങ്ങൾ ജനങ്ങളിൽ നിന്ന് ഞങ്ങളെ ഒറ്റപ്പെടുത്തി, ഈ നയങ്ങൾ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് പറയാൻ CPM നേതൃത്വത്തിന് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ് ഇന്ന് ജനങ്ങളും പാർട്ടിയും തമ്മിലുള്ള ഭിന്നതകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്ന് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും കാണാൻ കഴിയും. ഇതിന് സമാനമായി നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 90കളുടെ അവസാനമായപ്പോഴേക്ക് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPMൻ്റെ ലീഡർഷിപ്പിൽ ജ്യോതിബാസുവിന് ശേഷം പുതിയൊരു ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ പുതിയ ലീഡർഷിപ്പ് വരുന്നു. ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ലീഡർഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട്, ഭൂമിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള, കാർഷിക രംഗത്തുള്ള പ്രധാനപ്പെട്ട അജണ്ടകൾ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള മുന്നേറ്റത്തിന് പകരം
അതിശക്തമായ ഒരു വ്യവസായവൽക്കരണത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് ബംഗാളിൽ പ്രവേശിക്കാൻ സമയമായി. അങ്ങനെ ഒരു വ്യവസായവൽക്കരണത്തിൻ്റെ പുതിയ യുഗം തുറക്കുന്നത് വഴി വൻതോതിലുള്ള തൊഴിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. യുവജനങ്ങളെ തൊഴിലിലേക്ക് ആകർഷിക്കാൻ കഴിയും. ബംഗാളിൽ സാമ്പത്തിക വികസനം സാധിക്കും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വഴി കോർപ്പറേറ്റ് കമ്പനികളെ വിളിച്ചു കൊണ്ടുവരികയാണ്. അവർക്ക് ആനുകൂല്യങ്ങൾ നൽകി അവരിലൂടെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കുതിച്ചുചാട്ടം സാധിക്കുകയാണ് എന്ന് ബുദ്ധദേവ് ഭട്ടാചാര്യ വിശ്വസിച്ചു. അതിൻ്റെ ഭാഗമാണ് സിംഗൂരിലായാലും നന്ദിഗ്രാമിലായാലും അവിടെയുള്ള അതുപോലുള്ള പ്രദേശങ്ങളിൽ സാധാരണ ജനങ്ങളുടെ ഉപജീവന മാർഗ്ഗങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് അവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തുകൊണ്ട് ഉള്ള ഒരു പുതിയ വികസന മാതൃക അവർ അംഗീകരിച്ചത്. ടാറ്റയുടെ നാനോ കമ്പനി അവിടെ വരുന്നു എന്നു, സലീം കമ്പനി, ഇന്തോനേഷ്യയിലെ സലീം കമ്പനി വരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പലരും വരുന്നു പറഞ്ഞു. പക്ഷേ ജനങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കൽ അല്ലാതെ യഥാർത്ഥത്തിൽ ഈ കമ്പനികളൊന്നും അവിടെ വന്നില്ല. ടാറ്റ നേരെ ഗുജറാത്തിലേക്ക് പോയി, മോഡി പറഞ്ഞ സ്ഥലത്തേക്ക് അദ്ദേഹം അവിടെ കൊണ്ടുപോയിട്ട് നാനോ കമ്പനി സ്ഥാപിച്ചു. സലീം കമ്പനി അവിടെ എത്തിയില്ല. അപ്പം അതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ബംഗാളിൽ നേരത്തെ ഉണ്ടായിരുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തത് പരാജയപ്പെടുക മാത്രമല്ല, അവരുടെ കൃഷിഭൂമി പിടിച്ചെടുക്കുന്നതിന് സർക്കാർ മുന്നിൽ നിൽക്കുകയും ഹർമദ് വാഹിനി പോലെയുള്ള ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ വേട്ടയാടുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? പാർട്ടി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു. ജനങ്ങൾ പാർട്ടിയെ പൂർണ്ണമായിട്ടും കൈവിട്ടു. നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ബോർഡ് വെച്ച് ഇരുന്ന ആളുകൾ, നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആളുകൾ രാഖി രാമാനും തൃണമൂൽ പാർട്ടിയായിട്ട് മാറുന്നതും തങ്ങളുടെ സ്വന്തം പഴയ പാർട്ടി ആഫീസുകൾ പിടിച്ചെടുത്ത് തൃണമൂലിൻ്റെ ഓഫീസുകളാക്കണം, തങ്ങളുടെ പഴയ നേതാക്കളെ പൂർണ്ണമായിട്ടും കൈകാര്യം ചെയ്യുന്നതുമായ അവസ്ഥ ബംഗാളിൽ വന്നു. സമാനമായിട്ടുള്ളൊരവസ്ഥ ത്രിപുരയിലും ഉണ്ടായി. ത്രിപുരയിൽ ഒരുപക്ഷെ അടിസ്ഥാനപരമായി ബംഗാളിൻ്റെ തകർച്ച, ബംഗാളിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന നിലയിലാണ് ബംഗാളിലെ പാർട്ടി ഉണ്ടായിരുന്നത്. ത്രിപുരയിലെ പാർട്ടി ഉണ്ടായിരുന്നത് ബംഗാളികളായിട്ടുള്ള നേതാക്കളാണ് പ്രധാനമായിട്ടും അവിടെ പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നത്. ബ്രൻ ചക്രവർത്തിയെ പോലെയുള്ള, ദശരഥ് ദേവിനെ പോലുള്ള പഴയകാല ത്രിപുര നേതാക്കൾ മാറിയതിനു ശേഷം പൂർണ്ണമായിട്ടും ഒരു ബംഗാളി ഡോമിനൻസ് ഉള്ള ഒരു പാർട്ടിയാണ് ത്രിപുരയിലുണ്ട്. അപ്പോൾ ബംഗാളിൻ്റെ തകർച്ച സ്വാഭാവികമായിട്ടും ത്രിപുരയിൽ ബാധിച്ചു. ത്രിപുരയും പാർട്ടിയുടെ കയ്യിൽ നിന്ന്. ഈ രണ്ട് സാഹചര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് CPM സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തകർച്ച ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ എവിടെ വെച്ചാണോ അവസാനിക്കുന്നത് അവിടെ തകർച്ച ആരംഭിക്കും എന്നുള്ളതാണ്. കൊളോണിയൽ ആധിപത്യത്തിൻ്റെ കാലത്ത് യഥാർത്ഥത്തിൽ കൊളോണിയൽ ആധിപത്യത്തിനെതിരായിട്ട് നടത്തിയ സമരത്തിലൂടെ നമ്മുടെ ദേശീയ പ്രസ്ഥാനം ഉണ്ടായത്. അതേപോലെ തന്നെ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളുടെ, കീഴാളി ജനങ്ങളുടെ, കർഷക തൊഴിലാളികൾ, അധസ്ഥിത ജനവിഭാഗങ്ങൾ, ഇവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്പേസ് നമ്മൾ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ ഉണ്ടാക്കിയത്. അല്ലാതെ കോർപ്പറേറ്റ് കമ്പനികളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായത്. കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ, BJP പോലുള്ള പാർട്ടികൾ തീർച്ചയായും സാമ്പത്തികമായ ശേഷിയുള്ള കോർപ്പറേറ്റ് കമ്പനികളുമായിട്ട് യോജിച്ചുകൊണ്ടാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. അവരും ഈ കമ്പനികളും തമ്മിലുള്ള ബന്ധങ്ങളിൽ ആ തരത്തിലൊരു കൊടുക്കൽ വാങ്ങലുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അത് സാധ്യമായിരുന്നില്ല, അതങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. ജനങ്ങളായിരുന്നു അതിൻ്റെ ഊർജ്ജം. ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു 10 കൊല്ലത്തെ വികസന മാതൃക എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് സർക്കാരിന് മുന്നോട്ട് വയ്ക്കാനുള്ളത് ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ. ജനങ്ങൾക്ക് ഞങ്ങൾ കിറ്റ് കൊടുത്തു, കാശ് കൊടുത്തു, പെൻഷൻ കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു എന്നല്ലാതെ അതിനപ്പുറം ജനങ്ങളുടെ ഏറ്റവും നീറുന്ന പ്രശ്നങ്ങളായിട്ടുള്ള സാമ്പത്തികമായ വളർച്ചയുണ്ടാക്കൽ, അതിന് അടിസ്ഥാനപരമായി വേണ്ടത് തൊഴിൽ ലഭ്യമാക്കൽ, അത്തരം കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള വളർച്ചയുണ്ടായിട്ടില്ല. മാത്രമല്ല, തൊഴിൽ എന്ന് പറയുന്നത് അപ്പർ മിഡിൽ ക്ലാസ്സിന് വേണ്ട തൊഴിലല്ല. ഏറ്റവും താഴെയുള്ള ജനവിഭാഗങ്ങൾക്ക്, ഏറ്റവും അധസ്ഥിതരായ ജനവിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുകയും അവർക്ക് തൊഴിൽ നൽകുകയും ചെയ്യുക എന്നതിൽ, പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ അതിശക്തമായ മുന്നേറ്റം കൊണ്ടുവരിക എന്നുള്ളത് അതിൽ പരാജയപ്പെട്ടു. തോട്ടം മേഖല, യഥാർത്ഥത്തിൽ വളരെ വിപുലമായിട്ടൊരു തോട്ടം മേഖലയിൽ ഒരു തരത്തിൽ ഇടപെടലും ഉണ്ടായിട്ടില്ല. VS അച്യുതാനന്ദൻ മാത്രമാണ് ആ മേഖലയിൽ എന്തെങ്കിലും ഒരു മുന്നേറ്റം നടത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അതിനുശേഷം അത്തരം മുന്നേറ്റങ്ങളെ, അത്തരത്തിലുള്ള തൊഴിലാളികളെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രസ്ഥാനങ്ങളെ പൂർണ്ണമായിട്ടും തകർക്കാനും തച്ചു തകർക്കാനും പിന്നിൽ നിർത്താനുമാണ് പാർട്ടിയിലെ തന്നെ പിന്നീട് ശക്തരായിട്ട് വന്ന വിഭാഗം തയ്യാറായത്. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ്റെ ലീഡർഷിപ്പിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് വന്നിരിക്കുന്ന ഒരു പുതിയ വലതുപക്ഷവൽക്കരണം വളരെ കൃത്യമാണ്. അത് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനവും കൊണ്ടുവരുന്നു. ജനങ്ങളുടെ തലയ്ക്ക് മുകളിൽ പോകുന്ന വികസനങ്ങൾ, എക്സ്പ്രസ് ഹൈവേകളായാലും ശരി, സൂപ്പർ റെയിലുകളായാലും ശരി, കപ്പൽ താവളങ്ങളായാലും ശരി, ഇതൊക്കെ
ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ദൈനംദിനമായ അവരുടെ ജീവിതത്തിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ സഹായിക്കുന്നത് അല്ലെന്ന് മാത്രമല്ല, അവരുടെ പരിമിതമായ സൗകര്യങ്ങൾ പോലും നിഷേധിക്കുന്നതാണ്. ഇപ്പോൾ സൂപ്പർ ഹൈവേകൾ വരുമ്പോൾ അതൊരു വലിയ ഹിമാലയ പർവ്വതം പോലെ കടന്നു പോകുമ്പോൾ അതിൻ്റെ താഴെയുള്ള ഏറ്റവും താഴെത്തട്ടുള്ള ജനങ്ങൾ അവരുടെ തൊഴിൽ, അവരുടെ കുടിലുകൾ, അവരുടെ ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ, മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ ഇതെല്ലാം അന്യവൽക്കരിക്കപ്പെടുകയാണ്. ആ തരത്തിലുള്ള ഒരു വളരെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന, എന്നാൽ അതിൻ്റെ ആനുകൂല്യങ്ങൾ മുകളിൽ തട്ടിലുള്ള ആളുകൾക്ക്, വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക്, സാമ്പത്തികമായി നേരിട്ട് നിൽക്കുന്ന ആളുകൾക്ക്, അപ്പർ മിഡിൽ ക്ലാസ്സിന് കിട്ടുകയും ചെയ്യുന്ന ഒരു വലിയ വ്യവസ്ഥ പുതുതായിട്ട് വരികയാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന തുല്യതയുടെ ഒരു പരമാവധി ഒരു വലിയ ഏറ്റക്കുറച്ചിലുകൾ ഒരു സൊസൈറ്റിയിൽ നിന്ന് ഏറ്റവും താഴെയുള്ള ആളുകൾ ഏറ്റവും താഴോട്ട് പോവുകയും കരുത്തരായ ആളുകൾ ഏറ്റവും മുകളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. ഈ മുകളിലേക്ക് പോകുന്ന ഈ അസ്പയറിംഗ് ക്ലാസ്സിൻ്റെ, ഈ അപ്പർ ക്ലാസ്സിൻ്റെയും അപ്പർ മിഡിൽ ക്ലാസ്സിൻ്റെയും ഭാഗമായിട്ട് പാർട്ടി മാറുകയും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒന്നായി പാർട്ടി മാറുകയും ചെയ്തു. തോമസ് ഐസക്കിനെ പോലെ ആൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്, കേരളം ഒരു മിഡിൽ ക്ലാസ് സൊസൈറ്റിയായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ കേരളം മിഡിൽ ക്ലാസ് സൊസൈറ്റിയായി എന്നല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടി മിഡിൽ ക്ലാസ് സൊസൈറ്റിയായി, അദ്ദേഹത്തിൻ്റെ പാർട്ടി മിഡിൽ ക്ലാസ് സൊസൈറ്റിയുടെ പാർട്ടിയായി എന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പറയേണ്ടത്. അതാണ് വസ്തുതയും. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്, അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു വശം മാത്രമാണ് നമ്മൾ ചിന്തിച്ചത്. അതിൻ്റെ രാഷ്ട്രീയമായ വശമാണ് ഈ മിഡിൽ ക്ലാസ്സിൻ്റെയും അപ്പർ മിഡിൽ ക്ലാസ്സിൻ്റെയും താല്പര്യങ്ങളുടെ ഭാഗമായിട്ടാണ് വർഗീയത വളർന്നു വരുന്നത്. യഥാർത്ഥത്തിൽ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക്, സാധാരണക്കാർക്കിടയിൽ ഒരു തരത്തിലുള്ള വർഗീയത, കാരണം എല്ലാ ആളുകളും തൊഴിൽ ചെയ്തിരിക്കുന്നു. അത് ജാതിമത ഭിന്നതയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് എല്ലാവരും ഒരേ തൊഴിൽ ചെയ്യുമ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയുമായിട്ടുള്ള മതിൽക്കെട്ടുകൾ തകർന്നു വീഴുകയാണ്. അതുകൊണ്ടാണ് ക്യാപിറ്റലിസം ഒരു വലിയ ഫ്യൂഡൽ സൊസൈറ്റിയേക്കാൾ മെച്ചപ്പെട്ട വ്യവസ്ഥയാവുന്നത്. പക്ഷേ ഇപ്പം എന്താണ്, ഈ അപ്പർ മിഡിൽ ക്ലാസ്സിൻ്റെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള ഭിന്നതകൾ ഉണ്ടാക്കി കുറേ പേരെ അടിച്ചമർത്തുന്നതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾ മുന്നോട്ട് പോകുക. അതൊരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു 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 അടിച്ചമർത്തൽ അതിനകത്തുണ്ട്. ഈ അടിച്ചമർത്തലിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വർഗീയമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നത്, സാമൂഹികമായിട്ടുള്ള ഭിന്നതകളിൽ കൂടുതൽ ഊന്നൽ നൽകുന്നു. അത് മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള കടന്നാക്രമണം നടന്നു. ഇപ്പോൾ സമീപകാലത്ത് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പിണറായി വിജയൻ പോലുള്ള ഒരാൾ തുടർച്ചയായിട്ട് ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ പാർട്ടികളെക്കുറിച്ചുള്ള പത്രസമ്മേളനം നടത്തി നിരന്തരമായിട്ട് പ്രചാരവേല നടത്തി. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ സമൂഹത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഭീഷണിയായിട്ട് മതേതരത്വത്തിന്, സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തിയ ആരാണ്? ജമാഅത്തെ ഇസ്ലാമിയോ പോപ്പുലർ ഫ്രണ്ടോ അല്ലെങ്കിൽ SDPI ആണോ എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെയല്ല, ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികളിൽ നിന്നാണ് ആ ശക്തമായിട്ടുള്ള കടന്നാക്രമണം വന്നത്. പക്ഷേ ആ വിഷയത്തെക്കുറിച്ചൊന്നും പറയാതെ മറുഭാഗത്ത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്നുള്ള ചെറിയ പരിമിതമായിട്ടുള്ള പ്രശ്നങ്ങളെ പർവ്വതീകരിക്കുന്ന ഒരു പ്രവണത വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ വിഭാഗങ്ങൾ, നേരത്തെ അവർ പലരും പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു, പാർട്ടിയോട് ആനുകൂല്യം കാണിച്ചിരുന്നു, പാർട്ടിയോട് ബഹുമാനം കാണിച്ചിരുന്നു, അവരകന്നു പോയി. അതേപോലെ പാർട്ടിക്കകത്ത് നേരത്തെ യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ഭാഗമായി നിന്ന നിരവധി ആളുകളെ പുറത്താക്കി. VS പോലെ ആളുകൾ അസ്തപ്രജ്ഞരായി. പിണറായി വിജയനാകട്ടെ അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭരണത്തോടുകൂടി തനിക്ക് ചുറ്റുമുള്ള ഒരു സ്ഥാപിത താല്പര്യക്കാരുടെ ഒരു മഹാസംഘത്തെ തൻ്റെ പാർട്ടിയാക്കി മാറ്റിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ അദ്ദേഹം തഴഞ്ഞു. യഥാർത്ഥത്തിൽ തന്നോട് ഉള്ള വ്യക്തിഗതമായ വിധേയത്വം മാത്രം അദ്ദേഹം രാഷ്ട്രീയമായ അജണ്ടയുടെ ഭാഗമാക്കി. അത്തരത്തിലുള്ള ആളുകൾ പലവിധമായിട്ടുള്ള കോമാളിത്തരം കരിച്ചു. സമീപകാലത്ത് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞിട്ടാണോ എന്നറിയില്ല, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി പോയി ഡൽഹിയിൽ PM ശ്രീയിൽ ഒപ്പിട്ടു. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് പിണറായി സർക്കാരുമായിട്ടല്ല, പിണറായി വിജയനുമായിട്ട് നേരിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ചില ആളുകളാണ് എന്ന് പരസ്യമായിട്ട് വന്നു. അപ്പോൾ ഈ നിലയിൽ പാർട്ടിയെയും പാർട്ടിയുടെ അടിസ്ഥാനപരമായ നിലപാടുകളെയും അതിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള അജണ്ടകളെയും പിന്നിൽ നിന്ന് കുത്തുന്ന, തുരങ്കം വയ്ക്കുന്ന ഒരു സംഘം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൻ്റെ ഉള്ളിൽ തന്നെ വന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പാർട്ടിയെ, ഈ മുന്നണിയെ ജനങ്ങളിൽ നിന്ന് അകറ്റിയത്. അതിൻ്റെ ദുരന്തമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പക്ഷേ അത് തിരുത്തലുകൾ വേണമെങ്കിൽ ഈ തൊലിപ്പുറമേയുള്ള ചികിത്സ പറ്റില്ല. നേരെ മറിച്ച് ഇന്ന് പാർട്ടിയെ, ഭരണകൂടത്തെ, സർക്കാരിനെ പൂർണ്ണമായിട്ടും വിഴുങ്ങിയിരിക്കുന്ന ഈ സ്ഥാപിത താല്പര്യങ്ങളെ, ആ സംഘങ്ങളെ, അത്തരം അവതാരങ്ങളെ, പിണറായി വിജയൻ്റെ പ്രശസ്തമായ വാക്കുപയോഗിച്ചാൽ അത്തരം അവതാരങ്ങളെ
വേരോടെ പറിച്ചു മാറ്റാൻ പാർട്ടി തയ്യാറാവുമോ എന്നുള്ളതാണ് യഥാർത്ഥ ചോദ്യം. അതിനുള്ള സാധ്യത ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല.